യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ആരാധനയിലൂടെയുള്ള ദൈവിക കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥനയിലൂടെയുള്ള ദൈവിക കൂട്ടായ്മയാണ്. അത് നമ്മൾ ഓരോരുത്തരും ആ ദൈവം നമുക്ക് നൽകിയതായ ആത്മീയമായ പ്രയോജനം അല്ലെങ്കിൽ ആത്മീയമായ അനുഗ്രഹം, ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയുന്നതായ ആ അനുഭവം, അത് ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ ആയിരിക്കാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ആ കൂട്ടായ്മയിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആ പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ തുടങ്ങിയതായ ചിന്തകളാണ് നമ്മൾ വിവിധ വാക്യങ്ങളിലൂടെ ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയുള്ളതായ പ്രാർത്ഥന. അതിൽ 2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിൽ ഒരു ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അന്നത്തെ രാജാവായിരുന്ന ഹെരോദ രാജാവ് പത്രോസിന്റെ സഹോദരനായ യാക്കോബിനെ കൊന്നതുപോലെ തന്നെ പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ ദൈവസഭ വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ആ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, അതായത് ശക്തിയുള്ളതായ പ്രാർത്ഥനയുടെ ഫലമായി ഒരിക്കലും പത്രോസ് അപ്പോസ്തലൻ വിടുതൽ പ്രാപിക്കില്ല, രക്ഷ പ്രാപിക്കില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ ദൂതൻ ഏറ്റവും അകത്തുള്ളതായ ആ കാരാഗൃഹത്തിന്റെ മുറിയിൽ തന്നെ ഇറങ്ങിച്ചെന്ന് പത്രോസിനെ ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് അവനെ രക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിലേക്ക് ദൈവം പത്രോസിനെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക ദൂത് മനസ്സിലാക്കാൻ കഴിയും. പ്രാർത്ഥിക്കുന്നത് ആരാണോ അവരുടെ മുമ്പിൽ ദൈവം അവർ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടിയെ കൊണ്ടു നിർത്തുവാൻ കഴിവുള്ളവനായ കർത്താവാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ വലിയൊരു വിജയമാണ് പത്രോസ് അപ്പോസ്തലന്റെ കാര്യത്തിൽ ഉണ്ടായതെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ മറ്റൊരു ഉദാഹരണമായിട്ട് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ശ്രദ്ധിക്കുക, ഇവിടെ യാക്കോബോസ്തലൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകം 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഈ സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷെ 17-ന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുവാൻ കഴിയുന്നില്ല. കാരണം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയെ പോലെയാണ് 1 രാജാക്കന്മാർ 17-ന്റെ 1-ൽ നമുക്ക് ഏലിയാവിനെ കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 17-ന്റെ 1. എന്നാൽ ഗലയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിനായ ഏലിയാവ് ആഹബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. 17-ാം അധ്യായത്തിന്റെ മുൻപുള്ള ഏതെങ്കിലും ഭാഗത്ത് ഏലിയാവിനെ കുറിച്ച് യാതൊരുവിധമായ പരാമർശങ്ങളുമില്ല. ഈ ഒരു കാലഘട്ടം വളരെയധികം ശ്രദ്ധേയമാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേൽ 2ആയി പിരിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. നോർത്തേൺ കിങ്ഡം എന്നറിയപ്പെടുന്നതായ ഇസ്രായേലും തെക്കൻ രാജ്യം അല്ലെങ്കിൽ സദേൺ കിങ്ഡം എന്നറിയപ്പെടുന്നതായ യഹൂദയുമായി 2ആയി പിരിഞ്ഞിരിക്കുന്ന ഒരു കാലം. അതും വടക്കേ രാജ്യത്തിൽ നടക്കുന്നതായ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായത്തിൽ ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വടക്കൻ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ എന്നുള്ള ആ പേര് അർത്ഥമാക്കുന്ന പോലെ അവർ ദൈവത്തിന്റെ ജനമാണ്. എന്നാൽ അവർ ദൈവത്തിന്റെ ജനമായി നിൽക്കുമ്പോൾ തന്നെ അന്നത്തെ ഇസ്രായേൽ രാജ്യം ഒഫീഷ്യലി അനൗൺസ് ചെയ്തതായ ഒരു കാര്യമുണ്ട്. ഇനി മുതൽ ബാലാണ് ഇവിടുത്തെ ദൈവം. എന്ന് മാത്രമല്ല, ബാലിന്റെ പ്രവാചകന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ഖജനാവിൽ നിന്നുള്ള ശമ്പളമൊക്കെ കൊടുത്ത് അവരെ വളരെയധികം ശക്തരാക്കി നിർത്തിയതായ ഒരു കാലഘട്ടമായിരുന്നു ഈ അഹാബിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അവർ എന്തായിരിക്കാം ചിന്തിച്ചത്? ഇനി ഞങ്ങൾ യഹോവയുടെ ശക്തിയൊന്നും കാണുകയില്ല, യഹോവ ചരിത്രത്തിൽ വലിയവ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ യഹോവ ഞങ്ങളുടെ ഇടയിൽ ഇല്ല, അല്ലെങ്കിൽ യഹോവ മരിച്ചു കഴിഞ്ഞു എന്നുള്ളതായ ഒരു ധാരണയോടുകൂടെ ജീവിക്കുന്നതായ ഒരു ഇസ്രായേലിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആരാധനയെക്കുറിച്ചുള്ള യാതൊരുവിധമായ കാര്യങ്ങളും അവിടെ വെളിപ്പെട്ടു വന്നിരുന്നില്ല. അവിടെ എപ്പോഴും കേൾക്കാൻ കഴിഞ്ഞത് ബാൽ 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 എന്നുള്ള ശബ്ദം മാത്രമാണ്.
എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ബാൽ അത് ആകാശങ്ങളുടെ ദൈവമായി അവർ വിശ്വസിച്ചിരുന്നു. മഴയെ ഉണ്ടാക്കുവാനും മഴയെ നിർത്തുവാനും അതേപോലെ തന്നെ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുവാനും കഴിവുള്ളതായ ഒരു ദൈവമായി അവർ ബാലിനെ വിശേഷിപ്പിക്കുവാനിടയായി തീർന്നു. ഈ ഒരു സാഹചര്യത്തിൽ നോക്കുക, ഇസ്രയേൽ എന്ന രാഷ്ട്രം ഒഫീഷ്യലി യഹോവയ ദൈവത്തെ തിരസ്കരിച്ച് ബാൽ എന്നുള്ളതായ ആ ജാതീയ ദേവനെ അവരോധിച്ച് അതിനെ ആരാധിക്കുകയും അതിന്റെ ബലിപീഠങ്ങൾ അതേ രാഷ്ട്രം മുഴുവനും സ്ഥാപിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ ആരും അറിയാത്തതായ ഒരു കാര്യം ഏലിയാവ് എന്ന മനുഷ്യനുണ്ടായിരുന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കേവലം ഒരു പ്രാർത്ഥന എന്നുള്ള വിഷയം മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞതായ ഒരു വ്യക്തിയായിരുന്നു ഈ ഏലിയാവ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തെ, അവന്റെ ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കണം. അതേ ദാവീദിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, അതേ ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏലിയാവും ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നവനായിരുന്നു. അതേ ഇസ്രയേലിന്റെ ആ ഒരു അവസ്ഥയിൽ വളരെയധികം ഹൃദയവേദന ഉണ്ടായിരുന്ന ദൈവത്തെ പ്രാർത്ഥനയിലൂടെ കണ്ടെത്തുവാൻ ഏലിയാവിന് സാധിച്ചു. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കുവാൻ ഏലിയാവിന് സാധിച്ചു. അതുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥനയിൽ എന്താണ് പറഞ്ഞതെന്ന് ഇവിടെ ഈ യാക്കോബിന്റെ ലേഖനം 5-ാം വാക്യത്തിൽ പറയുന്നു. അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു, 3 സംവത്സരവും അതേ 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ കാരണം? ഏലിയാവ് ദൈവത്തോടൊപ്പം ചിന്തിക്കുന്നവനായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ബാൽ ആകാശങ്ങളുടെ ദേവനാണ്, മഴ പെയ്യിപ്പിക്കുന്ന ദേവനാണ്, അതേ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ദേവനാണ്. അതുകൊണ്ട് കാലാവസ്ഥയെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനായ ശരിയായ ദൈവത്തെ, അതേ ജീവനുള്ള ദൈവത്തെ ഇസ്രയേലിന് വെളിപ്പെടുത്തണം എന്ന് ഏലിയാവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അത് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ദേശത്ത് നീ പ്രബലപ്പെടണം. അതേ ബാൽ എന്ന ദൈവത്തെക്കാളും അവന്റെ പ്രവാചകന്മാരെക്കാളും ഉന്നതനാണ് യഹോവ എന്ന് ഈ ദേശം അറിയണം. അതേ കർത്താവെ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേശത്ത് 3 വർഷവും 6 മാസവും മഴ പെയ്യരുത്. ശരിക്കും ആളുകൾ കഷ്ടപ്പെടണം. അവർ ശരിക്കും മനസ്സിലാക്കണം, ബാലിനോട് വിളിച്ചിട്ടും ബാൽ ഉത്തരം അറിയുന്നില്ല എങ്കിൽ ഈ ബാലിന്റെ ശക്തിയെ തകർക്കുന്നതായ, ഈ ബാലിന്റെ ശക്തിയെ നിർവീര്യമാക്കുന്നതായ ഒരു ദൈവദാസൻ, ഒരു പ്രവാചകൻ ദേശത്തുണ്ട് എന്ന് അറിയണം. അതേ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ആ ദൈവത്തിന് തക്കതായ മഹത്വം കൊടുത്ത് ഇസ്രയേലിൽ ദൈവനാമത്തെ ഉയർത്തുന്നതായ ഒരു പ്രവാചകനുണ്ടെന്ന് ദേശം അറിയണം, അല്ലെങ്കിൽ യഹോവയുണ്ടെന്ന് ദേശം അറിയണമെന്ന് ഏലിയാവ് ആഗ്രഹിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവത്തിന് ശ്രദ്ധയുള്ളതായ വിഷയത്തെ ഏലിയാവ് ശ്രദ്ധിക്കുവാൻ, അതിൽ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ഏലിയാവിന് സാധിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഏലിയാവ് ഈ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് താൻ ഇപ്രകാരം പറഞ്ഞു. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. സേവിച്ചു നിൽക്കുന്നതായ, ഞാൻ അവന്റെ സന്നിധിയിൽ നിൽക്കുന്നവനായ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നു. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലാണ്. ഇപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിലാണ് ഞാൻ നിൽക്കുന്നു എന്ന് നിനക്ക് തോന്നിയാലും ഞാൻ നിൽക്കുന്നത് യഹോവയുടെ സന്നിധിയിലാണ്. അതേ ഗബ്രിയേൽ ദൂതൻ പോലും പറഞ്ഞത് അങ്ങനെയല്ലേ, ഞാൻ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന അവന്റെ ദാസനാകുന്നു, അതേ അവന്റെ ദൂതനാകുന്നു, അവന്റെ സെർവന്റ് ആകുന്നു എന്ന് പറയുന്ന പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ മുഖമന്വേഷിക്കുന്ന ഏത് വ്യക്തിയും they are standing in the presence of God. അവർ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഈ രാജാവിന്റെ സന്നിധിയിലേക്ക് ഈ ഏലിയാവ് കടന്നു വന്ന് ധൈര്യത്തോടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അത് ആജ്ഞാപിച്ചുകൊണ്ട് പറയാണ്. സാധാരണ രാജാക്കന്മാരാണ് ആജ്ഞാപിക്കാറുള്ളത്, പക്ഷേ അവരുടെ മുമ്പിൽ ആജ്ഞാപിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാജാക്കന്മാരുടെ മുമ്പിൽ ആജ്ഞാപിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ദൈവം നമ്മെ പ്രാർത്ഥനയിലൂടെ മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ യാക്കോബ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, നമ്മെ പോലെയുള്ള ഒരു ഓർഡിനറി മെൻ മാത്രമായിരുന്നു ഈ ഏലിയാവ്. അതിനർത്ഥം അദ്ദേഹം ഒരു സൂപ്പർമാൻ ആയിരുന്നില്ല.
അദ്ദേഹം ദൈവത്തിൽ നിന്നും ഇറങ്ങി വന്നതായ ഒരു അമാനുഷികനായ വ്യക്തിയായിരുന്നില്ല. നമ്മളെപ്പോലെ തന്നെ രക്തവും മാംസമുള്ളതായ വ്യക്തി തന്നെയായിരുന്നു. നമ്മളെപ്പോലെ തന്നെ പാപ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. നമ്മെപ്പോലെ ജഡത്തിൽ ജീവിക്കുന്നവനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന അതെ അവനെ ദേശം മുഴുവനും മാനിക്കത്തക്കോണം ആയി തീർത്തു. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഏലിയാവ് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ തനിച്ചായിരിക്കുന്നു, ഞാൻ ഏകനായിരിക്കുന്നു, ഞാനല്ലാതെ നിന്നെ സേവിക്കുവാൻ ഇവിടെ വേറെ ആരുമില്ല. പക്ഷേ ദൈവം അവനോട് പറയുന്നുണ്ട്, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. പക്ഷേ അവർക്ക് മിണ്ടുവാൻ കഴിയുന്നില്ല, അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, അവർക്ക് ഏലിയാവിനെ പോലെ മുന്നിലേക്ക് കടന്നു വരാൻ കഴിയാത്തവണ്ണം അവർ ആയിത്തീരുമ്പോൾ അതേ പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ച ഏലിയാവ് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അവിടെ കടന്നു വരിക. ഇന്ന് ഈ വചനത്തിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തോടെ അലൈൻഡാകണം. നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തോടെ ഏകീഭവിക്കണം. ദൈവത്തിൻ്റെ വിഷമതകളെ നമ്മൾ അറിയണം. ദൈവത്തിൻ്റെ വേദനയെ നമ്മൾ അറിയണം. ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നത് നമ്മളിലൂടെ ആകണം എന്നുള്ളതാണ്. ദൈവം അതിന് ദൂതന്മാരെ ഒരിക്കലും അയക്കുന്നില്ല. ദൈവം അയക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെയാണ് ദൈവം രാജകൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. നമ്മയാണ് മഴ പെയ്യ്ക്കുവാൻ ദൈവം ഒരു പ്രാർത്ഥനയുടെ ഉപകരണമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥനാ കൂട്ടായ്മ, പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തിന് മുമ്പാകെ വലിയൊരു കാര്യമാണ്. നാം ദൈവസ്ഥാനത്ത് നിന്നുകൊണ്ട് അതേ ദൈവത്തോട് നാം അപേക്ഷിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്, രാജ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്, ലോകത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു തൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുവാൻ, നമ്മെ ഒരു ഉപകരണമാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എത്ര പേർക്ക് അതിനായി സമർപ്പിക്കുവാൻ ആഗ്രഹമുണ്ട്? അതെ, നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രാർത്ഥനയോടെ എത്തുവാനും ദൈവത്തിൻ്റെ ആവശ്യത്തെ അതേ ഹന്ന ഗ്രഹിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യത്തെ ഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെ നമ്മിലൂടെ ദൈവത്തിൻ്റെ നാമം നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്ത് മഹത്വപ്പെടുവാൻ, അതേ നമ്മുടെ ഭവനത്തിൽ മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഏലിയാവ് ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും അതേ പ്രാർത്ഥനയുടെ മനോഭാവം ദേശത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുവാനും അതേപോലെ തന്നെ ദേശത്ത് ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാനും കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി, അങ്ങനെയാണല്ലോ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, അവൻ്റെ ഹിതപ്രകാരം നമ്മൾ അപേക്ഷിക്കുന്നെങ്കിൽ അതേ അനേക പ്രാർത്ഥനയുടെ മറുപടികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.